റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ഇത് ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. അതായത് ഒരു ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അന്നേരം ആ ബോഡി ഈ ഒരു ഇൻസ്റ്റൻ്റ് ഇരിക്കുന്നത് പി എന്ന് പറയുന്നൊരു പോയിൻ്റ്, ഈ പി എന്ന് പറയുന്ന പോയിൻ്റാണ്. ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ. ഒ തൊട്ട് പി വരെയുള്ള ദൂരം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. മൂവ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അടുത്ത ഒരു സമയത്ത് പി എന്ന് പറയുന്ന പൊസിഷൻ മാറി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പി എന്ന പറയുന്ന പൊസിഷനിൽ നിന്ന് ക്യൂ എന്ന പൊസിഷനിലോട്ട് മാറി. അതിൻ്റെ ആർക്ക് ലെന്താണ് ഡെൽറ്റ എല്. അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻ്റ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അന്നേരം എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നോട്ട് ചെയ്യണം, അത് ഡെൽറ്റ ആറായിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തേക്കുന്നത്. പക്ഷേ ഈ ആറ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, റേഡിയസ് ആണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഡെൽറ്റ എല് ആർക്ക് ലെന്ത്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ബോഡി പി എന്ന പോയിന്റിലെത്തി, പിന്നീട് ക്യൂ വരെ പോയി. അതിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല. അന്നേരം നമുക്കറിയാം, ഇങ്ങനെ എഴുതണം: കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് റൗണ്ട് എ സർക്കിൾ ഓഫ് സെൻറ്റർ ഒ, റേഡിയസ് ആർ, വിത്ത് യൂണിഫോം ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആൻഡ് യൂണിഫോം സ്പീഡ് വി. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസിക്കൽ ടു ഡെൽറ്റ ആർ, ആർക്ക് ലെന്ത് ഡെൽറ്റ എല്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസിക്കൽ ടു എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇതിനകത്ത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഈ ഒരു സമയം നമ്മൾ എടുക്കുന്നത് ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സ്മോൾ സമയം. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ലെന്ത്. ഡെൽറ്റ ആറെന്ന് എടുത്തതെന്ന് വെച്ചാൽ വളരെ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നതും വളരെ ചെറിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസിക്കൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എന്താണ്? ഡെൽറ്റ തീറ്റയാണ്. ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ ടൈമാണ്. ടൈമിൻ്റെ സ്ഥാനത്ത് വളരെ ചെറിയ സമയത്ത് നടന്നുകൊണ്ട് ഡെൽറ്റ ടി. ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചേക്കുന്നത് ഒമേഗ തീറ്റ ബൈ ടി ആണ്. വളരെ ചെറിയ സമയത്ത് നടന്നുകൊണ്ട് ഡെൽറ്റ ടി, അതുകൊണ്ട് മേളിലും ഡെൽറ്റ തീറ്റ. ഇനി നമുക്ക് ഇത് മാത്രം എടുക്കാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ ഈസിക്കൽ ടു ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈം. അന്നേരം ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. നമുക്ക് ആംഗിൾ കാണുന്ന ഇക്വേഷൻ അറിയാം, പഠിച്ചിട്ടുണ്ട്. ഇത് ഇക്വേഷൻ 1. ആംഗിൾ കാണുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ, ആംഗിൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആംഗിൾ എന്ന് വെച്ചാൽ ആർക്ക് ലെന്ത് ബൈ റേഡിയസ്. ലെന്ത് ബൈ റേഡിയസ്. ഇവിടെ ആർക്ക് ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ ഇതാണ് ആംഗിൾ ഡെൽറ്റ തീറ്റ. ഇത് കാണുന്നത് ആർക്ക് ലെന്ത് ഡെൽറ്റ എൽ ബൈ റേഡിയസ് 6. ഡെൽറ്റ എൽ ബൈ റേഡിയസ് 6. ഒരു കണ്ടീഷനുണ്ട്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഏകദേശം എന്തിന് ഈക്വലാണ്? ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വലാണ്. അന്നേരം ഡെൽറ്റ എല് ഒരു 2.5 ആണെങ്കിൽ ഡെൽറ്റ ആറ് 2.4 ആണ്. അന്നേരം അത് ഏകദേശം ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എൽ ബൈ ആറിന് പകരം, നമുക്ക് ഡെൽറ്റ എല്ലിന് പകരം ഡെൽറ്റ ആർ ബൈ ആറ് എടുക്കാം. അന്നേരം ആംഗിള് ഡെൽറ്റ തീറ്റ ഈസിക്കൽ ടു ഡെൽറ്റ ആർ ബൈ ആറ്.
തെറ്റരുത്, ഡെൽറ്റ എൽ ആർക്ക് ലെന്ത് ആണ്, ഇത് ആർക്ക് ലെന്ത് അല്ല, ഇതെന്താണ്, ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എഴുതിയേക്കുന്നത്. അത് ഏകദേശം ഈക്വൽ ആയതുകൊണ്ടാണ് ഡെൽറ്റ ആർ ബൈ ആർ. ഇക്വേഷൻ നമ്പർ 2. ഇത്രയും പിടി കിട്ടിയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഓൺ ഇക്വേഷൻ 1. അന്നേരം ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഡെൽറ്റ തീറ്റയ്ക്ക് പകരം എന്തോ എഴുതാം, ഡെൽറ്റ ആർ ബൈ ആറ് ഈസിക്കൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. ഇത്രയും പിടി കിട്ടിയല്ലോ. അന്നേരം ഈ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. ലീനിയർ വെലോസിറ്റി നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ആണല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ വെലോസിറ്റിക്ക് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ആരാ? ഡെൽറ്റ ആർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഇവിടെ ഡെൽറ്റ ടി. നമുക്കിവിടെ ഒരു റീഅറേഞ്ച് ചെയ്യാം. ഈ ഡെൽറ്റ ടി ഈക്വലിൻ്റെ അപ്പുറം വരുമ്പോൾ എവിടെ പോവും? താഴോട്ട് വരും. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി താഴോട്ടെടുത്ത് 6 മേളിലോട്ട് പോകുമ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. 6 ഇൻറ്റു ഒമേഗ. ഇവിടെ നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആരാ? ഡെൽറ്റ ആർ ബൈ ടൈം ഡെൽറ്റ ടി. അതെന്തിന് ഈക്വലാ? വെലോസിറ്റിക്ക് ഈക്വലാ. ഇതെടുത്ത് ഇങ്ങോട്ട് നമുക്ക് എഴുതാം. വെലോസിറ്റി ഇവിടെ വേണോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വി ഈസിക്കൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അടുത്ത സ്റ്റെപ്പ് ഇതിന് പകരം വി ഈസിക്കൽ ടു ആർ ഒമേഗ. എന്നിട്ട് എടുത്ത് എഴുതണം ലീനിയർ വെലോസിറ്റി വി ഈസിക്കൽ ടു ആർ ഒമേഗ. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഒന്നും കൂടി പറയാം. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പി എന്ന പോയിന്റിൽ നിന്ന് വേറൊരു ടൈമിൽ ക്യൂ എന്ന പോയിന്റിലെത്തി. അന്നേരം ഉണ്ടായ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ തീറ്റ. ടൈം ഡെൽറ്റ ടി. ഈ ഒരു ആർക്ക് ലെന്താണ് ഡെൽറ്റ എൽ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ ആറ്. ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ലീനിയർ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആംഗുലാർ വെലോസിറ്റി നമുക്കറിയാം, ഈ ഇക്വേഷനാണ് വേണ്ടത്. ഒമേഗ ഈസിക്കൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ആംഗുലാർ ടൈം. ചെറിയ സമയത്ത് നടക്കുന്ന ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇനി എന്തുവാ വേണ്ടത്? ഡെൽറ്റ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കണം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പം ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി വന്ന്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിളാണ്. ആംഗിൾ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, ആർക്ക് ലെന്ത് ബൈ റേഡിയസ്. അന്നേരം ഇവിടെ ആർക്ക് ലെന്ത് ഡെൽറ്റ എൽ ആണ്, റേഡിയസ് ആറാണ്. അന്നേരം ഡെൽറ്റ എൽ ബൈ ആറ് കിട്ടി. പക്ഷേ ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്. ഡെൽറ്റ എൽ ഏകദേശം എന്തിന് ഈക്വലാണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആയ ഡെൽറ്റ ആറിന് ഈക്വലാണ്. അന്നേരം ഡെൽറ്റ ആറ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം ഡെൽറ്റ ആർ ബൈ ആറ് കിട്ടും. ഇനി എന്തു ചെയ്യണം? ഇതെടുത്ത് ഈ ഇക്വേഷൻ 2 എടുത്ത് ഇക്വേഷൻ 1 കൊടുക്കുക. ഡെൽറ്റ ആർ ബൈ ആറ് കിട്ടി, ഫിസിക്കൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഒരു അറേഞ്ച്മെൻറ്റാണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അന്നേരം ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡെൽറ്റ ആറ്. അന്നേരം ഡെൽറ്റ ടി വേണം, ഇതിനെ താഴോട്ട് കൊണ്ടുവന്നു. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. എന്നിട്ട് ഈ ആറിനെ മേളിലോട്ട് കൊണ്ടുപോയി ആർ ഒമേഗ. അന്നേരം ലീനിയർ വെലോസിറ്റി വി ഈസിക്കൽ ടു ആർ ഒമേഗ കിട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.